പ്രകാശമായിരുന്നു. അദ്ദേഹത്തിന്റെ ഈ മൗലിദ് ആദ്യം മുതൽ അവസാനം വരെ അത് കേട്ടുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് നൽകിയിരുന്ന ആ പ്രകാശം മനസ്സിലേക്ക് ഇങ്ങനെ കയറി വന്നു. എങ്ങനെ അദ്ദേഹത്തെ വർണ്ണിക്കണം എന്ന് എനിക്ക് പറയാൻ കഴിയുന്നില്ല. അത്രയും കൂടുതൽ വളരെ വശ്യമായ രൂപത്തിൽ അത് മനസ്സിലേക്ക് കടന്നു വന്നു. കുറെ കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാൻ എന്റെ നാട്ടിൽ നിന്ന് ഹസനിയയിലേക്കുള്ള യാത്രയിൽ എന്റെ ഒരു പരിചയക്കാരനെ കണ്ടെത്തി. അദ്ദേഹത്തിന്റെയും എന്റെയും സീറ്റ് അടുത്തടുത്തായിരുന്നു. അന്ന് ഞങ്ങൾ സംസാരിച്ചത് അഭിമതരായ നൂർ ഉസ്താദിനെ പറ്റിയായിരുന്നു. അദ്ദേഹം എന്നോട് കുറെ കാര്യങ്ങൾ നിർത്താതെ പറഞ്ഞുകൊണ്ടിരുന്നു. ആ കൂട്ടത്തിലെ ഒറ്റ സംഭവമാണ് ഇപ്പോൾ എന്റെ മനസ്സിൽ തെളിഞ്ഞു വരുന്നത്. അഭിമതരായ ശൈഖുനയോടുകൂടെ എന്റെ ഈ സുഹൃത്ത് ഒരു സിയാറത്ത് യാത്രയിലാണുള്ളത്. കുറെ ചെന്നപ്പോൾ ഈ യാത്രക്കാരെല്ലാം കയറിയ ബസ് വാഹനം ഒരു സ്ഥലത്ത് നിർത്തിയിട്ടു. ഈ വാഹനത്തിലുള്ള ആളുകളൊക്കെ ദാഹിച്ചിട്ടും വിശന്നിട്ടും വളരെ വിഷമം അനുഭവിക്കുന്നവരാണ്. പക്ഷേ ശൈഖുന എന്ത് പറയുന്നു അതൊക്കെ കേൾക്കാൻ തയ്യാറുള്ള, അദ്ദേഹത്തിന്റെ സൂചനകൾ പോലും മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ഇഷ്ടം മാത്രം നോക്കിക്കൊണ്ട് നീങ്ങുന്നവരായിരുന്നു ആ കൂട്ടത്തിൽ എല്ലാവരും. ഈ സന്ദർഭത്തിൽ എന്നോട് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സുഹൃത്തിന് തന്റെ മനസ്സിൽ തോന്നിയൊരു തോന്നലിന് ശൈഖുന ഉടനെ തന്നെ ഉത്തരം നൽകി. അത് ഇങ്ങനെയായിരുന്നു: ഈ ദാഹിച്ച് നിൽക്കുന്ന ഈ സമയത്ത്, ഈ വിഷമിക്കുന്ന സമയത്ത് ഈ ആളുകളൊക്കെ നാട്ടം തിരിച്ചിട്ട് ഇവിടെ കൊണ്ട് നിർത്തിയത് ശരിയായില്ലല്ലോ എന്ന് എന്നോട് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മാന്യ ദേഹത്തിന് മനസ്സിൽ തോന്നി. അദ്ദേഹം പറയുന്നു, അത്ഭുതത്തോടുകൂടെ എന്നോട് പറഞ്ഞു, ആ സമയത്ത് തന്നെ ആ യാത്രക്കാരിൽ നിന്ന് ഒരാൾ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ശൈഖുന വിളിച്ചുകൊണ്ട് പറഞ്ഞു, നീ ഉടനെ പോയിട്ട് ആ കാണുന്ന സ്ഥലത്ത് നിന്ന് ഒരു ഇളനീര് അത് വാങ്ങുകയും അത് ചെത്തിയിട്ട് അത് കുടിക്കാൻ പാകത്തിലാക്കി കൊണ്ടുവരികയും ചെയ്യുക. അത് കൊണ്ടുവന്നു. ഉടനെ പറഞ്ഞു, അത് ഇന്ന ആൾക്ക് കൊടുക്കണം. അത് എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ ആര്യമായ വ്യക്തിയായിരുന്നു. അദ്ദേഹം അത്ഭുതപ്പെട്ടു പോയി. എന്റെ മനസ്സിന്റെ ഉള്ളിൽ ഞാൻ ഈ സംസാരിച്ചത് എങ്ങനെ ശൈഖുന അറിഞ്ഞു എന്ന് അദ്ദേഹം അത്ഭുതപ്പെട്ടു പോയി. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു അത്ഭുതവുമല്ല. കാരണം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവൻ ആദരിച്ചതായ മഹാന്മാർക്ക്, അമ്പിയാക്കൾക്ക്, ആ അമ്പിയാക്കളുടെ പിൻതലമുറക്കാരായ ഔലിയാക്കൾക്ക് അല്ലാഹു കാര്യങ്ങളൊക്കെ വ്യക്തമായി അറിയിച്ചു കൊടുക്കുന്നു. അതിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ ചെറിയ സംഭവം ഉണ്ടായത്. ഞാൻ നിർത്തി പരത്തി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഉലമാക്കളും പണ്ഡിതന്മാരും ഒരുമിച്ച് കൂടിയ സദസ്സാണല്ലോ. നാം മദ്ഹബിന്റെ കിതാബ് ഓതുന്നവരാണ്. അതിൽ നാം മനസ്സിലാക്കിയ ഒരു വസ്തുത, രണ്ട് കുല്ലികൾ തമ്മിലുള്ള ബന്ധം 4ൽ ഒന്നാകുന്നു. ഒരുപക്ഷെ രണ്ട് കുല്ലികൾ അത് മുത്തസാവിയായിരിക്കും. ഇത് പറയാൻ പറ്റുന്നത് ഏതൊക്കെ അതിന്റെ മേൽ മറ്റൊന്നും പറയാൻ പറ്റും. ഇങ്ങനെ മുത്തസാവിയായിരിക്കും. മറ്റൊരു പക്ഷെ മുത്തബായിനായിരിക്കും. ഇത് രണ്ടും തമ്മിൽ ഒരിക്കലും ഒത്തുകൂടുകയില്ല. മറ്റൊരു ചിലപ്പോൾ ഉമൂമ് ഖുസൂസ് മുത്തലഖായിരിക്കും. ഇതെല്ലാം അതാണെങ്കിൽ അതിൽപ്പെട്ട ചിലത് മാത്രം ഇതാകും. നാലാമത്തെ ഒരു നിസ്ബ ഉമൂമ് ഖുസൂസ് മിവജ്ഹ്, ഇതിൽപ്പെട്ട ചിലത് അതും അതിൽപ്പെട്ട ചിലത് ഇതുമാകുന്നു. ഇതേ ക്രമത്തിലാണ് ഈ കുല്ലിയാണ്, ഇതേ ബന്ധമുള്ള കുല്ലിയാണ് അഹ്ലുൽ ഇൽമ്, അഹ്ലുൽ ഫള്. ശ്രേഷ്ഠതയുടെ ആളുകൾ അവരെല്ലാവരും പണ്ഡിതന്മാരാകണമെന്നില്ല. പണ്ഡിതന്മാർ മുഴുവൻ പാണ്ഡിത്യമുള്ളവരൊക്കെ അവർ ശ്രേഷ്ഠതയുള്ളതാവണമെന്നുമില്ല. ഏകദേശം 50 വർഷങ്ങൾക്ക് മുമ്പ് കേരളക്കരയിൽ വളരെ പ്രശസ്തമായി നടന്നിരുന്ന തലക്കെടുപ്പ് ദിവസത്തിൽ ഓതിപ്പടിച്ചിരുന്ന ഒരു മുത്താലിം, പ്രഗത്ഭനായ മുത്താലിമായിരുന്നു. അയാളുടെ പഠനം കഴിഞ്ഞതിന് ശേഷം ബാഖിയാത്തു സ്വാലിഹാത്തിലേക്ക് ഉപരിപഠനത്തിന് വേണ്ടിയിട്ട് പോയി. അവിടെ നിന്ന് ബിരുദം വാങ്ങിയിട്ട് കേരളക്കരയിൽ വന്നു. എന്നിട്ട് കോക്കൂർ എന്ന സ്ഥലത്ത് ദർശനം നിന്നു. വളരെ ചെറുപ്പക്കാരനാണ്, നല്ല പ്രസംഗനാണ്, എഴുത്തുകാരനാണ്. ഏത് വിഷയത്തിനും പെട്ടെന്ന് മറുപടി പറയാൻ കഴിവുള്ള വാക്ചാതുര്യയുടെ ഉടമയായിരുന്നു ഇദ്ദേഹം.
കുറച്ചു കാലം കഴിഞ്ഞു അദ്ദേഹത്തിൽ നിന്നൊരു പുതിയ വാദം പ്രകടമാക്കാൻ തുടങ്ങി. നിസ്കാര ശേഷം സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്ന ദിക്റുകൾ ചൊല്ലാൻ വേണ്ടിയിട്ട് മുഅദ്ദിന് അല്ലെങ്കിൽ ഇമാം അത് ഉറക്കെ ചൊല്ലി കൊടുക്കാറുണ്ട്. അതെന്തിനാണ്? ആൾക്കാർ അശ്രദ്ധമായിട്ടിരിക്കുമ്പോൾ ഈ വാക്കൊന്ന് പറഞ്ഞാൽ ഇപ്പോൾ അത് ചെല്ലേണ്ടതാണ് എന്ന് ഓർമ്മ വയ്ക്കുകയും നേരത്തെ പഠിച്ചവരാണെങ്കിൽ തന്നെ അശ്രദ്ധ കൊണ്ട് അത് ഒത്തുപോകാതിരിക്കാൻ അത് കാരണമായി തീരുകയും ചെയ്യും. ഇതനുസരിച്ച് അത് ഓർമ്മപ്പെടുത്തൽ പതിവുണ്ട്. ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ വാദഗതി അത് ബിദ്അത്താണ് എന്നായിരുന്നു. കുറച്ചു കാലം കഴിഞ്ഞു അദ്ദേഹത്തിൽ നിന്ന് പുതിയ പല വാദങ്ങളും പ്രകടമാകാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം മുജാഹിദിലേക്ക് കാലുമാറി. കുറച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ മുജാഹിദിന്റെ വാദമൊന്നും പോരാ, ഇവർക്ക് കർശനമായ നിലപാടില്ലാത്തതുകൊണ്ട് ഇസ്ലാമിയിലേക്ക് ജമാഅത്തിലേക്ക് മാറുകയാണ് ഞാൻ. അങ്ങനെ ജമാഅത്തിൽ ഇസ്ലാമിക്കാരനായി മാറി. ശാന്തപുരം ഇസ്ലാമിക കോളേജിലെ പ്രൊഫസറായിരുന്നു അദ്ദേഹം. കുറച്ചു കാലം കഴിഞ്ഞിട്ട് ആരും പറഞ്ഞു, ജമാഅത്തിൽ ഇസ്ലാമിയുടെ വാദഗതിയും ഇസ്ലാമിന് നിരക്കുന്നതല്ല, ഈ നിലപാടിനേക്കാൾ ശക്തമായ നിലപാടെടുക്കണം. കുറച്ചു കാലം കഴിഞ്ഞിട്ട് ആരും പറഞ്ഞു, നിസ്കാരം 3 വക്ത് മാത്രമാണ് നിർബന്ധമുള്ളത്. കുറെ കൂടി സഞ്ചരിച്ചപ്പോൾ അയാൾ പറഞ്ഞു, നിസ്കാരം ഒരൊറ്റ വക്ത് മാത്രമാണ് അല്ലാഹു ഫർദാക്കിയിരിക്കുന്നത്. അത് സുബഹി നിസ്കാരം മാത്രമാണ്, അതും സൂര്യോദയത്തിന്റെ ശേഷമാണ്. അതിൽ തന്നെ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന അത്തഹിയ്യാത്തിൽ 30 ദുദായിഷമുണ്ട്. കുറച്ചുകൂടി കാലം കഴിഞ്ഞിട്ട് അയാൾ പുരോഗമിച്ചു. എന്നിട്ട് പറഞ്ഞു, നിസ്കാരം എന്നൊരു സംഗതി തന്നെയില്ല. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ അയാൾ തന്നെയില്ല, എവിടെയാണെന്ന് യാതൊരു പിടുത്തവുമില്ല. ഇങ്ങനെ പുരോഗമിച്ചു പോയ ഒരു ആലിം യഥാർത്ഥത്തിൽ അയാൾ അബ്ദുൽ ഫദ്ലായിരുന്നില്ല. ആലിം ഒരു പുലി, അത് അബ്ദുൽ ഫദ്ൽ ആകണമെന്നില്ല. നമ്മുടെ അറിവിൽ തന്നെ ധാരാളം ആളുകളുണ്ട്. തഹജ്ജുദ് നിസ്കരിക്കുന്നവരും ദുഹ നിസ്കരിക്കുന്നവരും ദലായിലുൽ ഖൈറാത്ത് പതിവാക്കിയവരും അങ്ങനെ ബിർദ് ഔറാദ് കൊണ്ട് കഴിഞ്ഞുകൊള്ളുന്ന നല്ല ആളുകളുണ്ട്. പക്ഷേ അവർക്ക് ഇൽമില്ല. അഹ്ലുൽ ഫദ്ലാണ് അവര്, അഹ്ലുൽ ഇൽമല്ല. എന്നാൽ ഞാൻ പറയട്ടെ, ഈ 2 തുല്യകളും ഒരുമിച്ച് കൂടുന്ന ഇജ്തിമാഇന്റെ മാത അഹ്ലുൽ ഫദ്ലുമാകുന്നു, അതുപോലെ തന്നെ അഹ്ലുൽ ഇൽമുമാകുന്നു. ഇങ്ങനെയുള്ളവരാണ് നേരത്തെ നാം സൂചിപ്പിച്ച വിവങ്കരായ നൂർ ഉസ്താദ്, അദ്ദേഹത്തിന്റെ വിവങ്കരായ മഹാന്മാരായ ആളുകൾ ഈ മൗലിദിൽ പറഞ്ഞ നിറമല്ലൂർ ബീരാൻകുട്ടി മുസ്ലിയാർ സമസ്ത കേരള ജമീയത്തുൽ ഉലമായുടെ ചീഫ് മുഫ്തിയായിരുന്നു അദ്ദേഹം ഒരു കാലത്ത്. അദ്ദേഹത്തിന്റെ കുടുംബവും അവരുടെ പിതാക്കളുമൊക്കെ വലിയ വലിയ പണ്ഡിതന്മാരായിരുന്നു. ഇങ്ങനെയുള്ള പണ്ഡിതന്മാരൊക്കെ അഹ്ലുൽ ഇൽമും അഹ്ലുൽ ഫദ്ലുമായിരുന്നു. ഈ 2 തുല്യവും സമ്മേളിച്ച ആലിമുകളും മുതാലിമുകളുമായി മാറണമെന്ന് മാത്രം ഈ അഭിനന്ദനായ ഉസ്താദിന്റെ ഹദറത്തിൽ വെച്ച് ഞാൻ എന്റെ സ്വന്തം നഫ്സിനോടും എന്റെ സ്വന്തം നഫ്സ് പോലെ ഞാൻ സ്നേഹിക്കുന്ന നിങ്ങളോടും അതതിനു വേണ്ടിയിട്ട് മാത്രം ഉണർത്തിക്കൊണ്ട് ഞാൻ നിർത്തി. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ അവർ ഇഷ്ടപ്പെട്ട സ്വാലിഹികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. എല്ലാ വിഷമങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. എല്ലാവിധ ഐശ്വര്യവും അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. അഭിനന്ദനോടുകൂടി അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ, നമ്മുടെ മാതാപിതാക്കളെ, നമ്മുടെ ഉസ്താദന്മാരെ, ശിഷ്യഗണങ്ങളെ, നമ്മളോട് ബന്ധപ്പെട്ടവരൊക്കെ ഒരുമിച്ച് കൂട്ടി തരുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.